ഇത് എവിടുന്ന് ഒരാൾ വന്നിട്ടല്ലോ ഇവിടെ MLA ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അയാൾക്ക് കൃത്യമായിട്ട് അറിയാണ്ടാവില്ല. അയാൾ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളേ, അല്ല ജനങ്ങളുടെ ഇടയിൽ അവിടെ ആ വണ്ടിയിലാണ് പോകും, ഇങ്ങനെ വരും. ഇവിടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. MLAക്ക് 10 എത്ര മാർക്ക് കൊടുക്കും? 10 എനിക്ക് 1 മാർക്ക് കൊടുക്കാനില്ല. 10 ഞാൻ പറയാം 2 മാർക്ക് കൊടുക്കാം. അതിൽ സ്റ്റാൻഡിൽ പോയതിന് ശേഷം പിന്നെ വലിയ വികസനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മേലാറ്റൂർ ടു പിലാവന്തൂർ റോഡാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നമായി കിടക്കുന്നത്. പെരിന്തൽമണ്ണ ട്രാഫിക് ബ്ലോക്ക് നല്ലോണ്ട്. പെരിന്തൽമണ്ണ മറ്റേ അങ്ങാടിപ്പുറം പാലം, അതാണ് മെയിൻ പ്രശ്നം. മറ്റേ സിറ്റിയിലൊരു ബാത്റൂം നല്ലതില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അങ്ങാടിപ്പുറം ഏരിയയിലാണ് ഉള്ളേരിയയിൽ റോഡ് ബ്ലോക്ക് മോശമാണ്. ഒരുവിധം റോഡുകളൊക്കെ വളരെ മോശം തന്നെയാണ്. FCI ഗോഡൗണ്ടായിരുന്ന അതിലെ പോകുന്ന റോഡ് കണ്ടിരിക്കുന്നോ? അത് ഏതിലെ കൂടെ പോകുന്നത്? അത് എന്ന് ടാർ ചെയ്താ ആൾ ശശികുമാർ വിടുന്നിരുന്നു. അന്ന് അലിഗഡ് ഇവിടെ കൊടുത്തിട്ടില്ല. എന്തൊക്കെയാണ് സ്കൂളിൽ ഈ ഹൈസ്കൂളിൽ എത്ര നേട്ടങ്ങൾ ഉണ്ടായിട്ട്? EMSന്റെ ഭവന പദ്ധതി, EMSന്റെ രീതിയിലുള്ള സ്കൂളൊക്കെ എത്ര കണ്ട് വികസിച്ചിട്ടുണ്ട്. 2 ബൈപ്പാസുകൾ വന്ന് അങ്ങനെ ആക്കെ ശശികുമാറിന്റെ കാലത്ത് വന്നാ എല്ലാം ഇവിടെ റോഡ് എവിടെ? ഇപ്പൊ ഈ നമ്മളെ തൂതക്കെന്ന് നമ്മളെ ഇത് വരി എവിടെ ചെയ്തിക്കണ്? എത്ര കാലമായി അങ്ങനെ നടക്കണു?